ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കാനിരിക്കുന്ന വോട്ടർ പട്ടിക പരിഷ്കരണം വലിയ ആശങ്കകൾക്കാണ് വഴിയൊരുക്കുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് വെച്ചാൽ വിശദമായ പരിശോധന നടത്തി എല്ലാ രേഖകളുമുള്ള ആളുകളെ മാത്രം വോട്ടർ പട്ടികയിൽ നിലനിർത്തുക എന്നതാണ് ലക്ഷ്യം. അങ്ങനെയെങ്കിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകും എന്നതാണ് സത്യം. ഇതിന് മുൻപ് നോക്കിയാൽ 2003 സമഗ്ര പരിഷ്കരണം വന്നത്. ഇക്കഴിഞ്ഞ ജൂൺ 24 പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരിക്കൽ പ്രക്രിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആഗ്രഹിക്കുന്നവർ ജൂലൈ 25 എന്യൂമറേഷൻ അപേക്ഷകൾ സമർപ്പിക്കണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. ആഗസ്റ്റ് 1 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് നീക്കം. അനർഹരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനാണ് സമഗ്ര പരിഷ്കരണമെന്നാണ് കമ്മീഷന്റെ വാദം. പക്ഷേ നമുക്കറിയാം, സംസ്ഥാനത്തെ പാവപ്പെട്ടവരെയും പാർശ്വവൽകൃതരെയും പട്ടികയിൽ നിന്ന് പുറന്തള്ളാനുള്ള നീക്കമാണിത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെ ആരോപണവും. 2025 അവസാനം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ബിജെപി സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്രം ഉപയോഗിക്കുകയാണ് എന്നും ആക്ഷേപമുണ്ട്. നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഇത് നോക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നാണ് പേര്. ഇത് നമുക്ക് പിന്നീട് വരാം. ഈ പരിശോധന കൂടുതൽ സംസ്ഥാനങ്ങളിലേക്കും കടക്കുന്നു എന്നുള്ളത് രണ്ടാം ഘട്ടത്തിലേക്കുള്ളതാണ്. ആദ്യം നമുക്ക് ബീഹാറിലെ കാര്യം തന്നെ പറയാം. ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വോട്ടർ പട്ടികയുടെ സമഗ്ര പരിഷ്കരണം നടത്താനിരിക്കുന്നത്. എന്തിനാണ് ഇത്ര തിടുക്കത്തിൽ ഇങ്ങനെയൊരു പരിശോധന? എന്താണ് കേന്ദ്ര സർക്കാരിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ലക്ഷ്യം? അസമിൽ നടപ്പാക്കിയതുപോലെ ദേശീയ പൌരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായുള്ള നീക്കമാണ് ബീഹാറിലേത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അത് ബീഹാർ കൊണ്ട് മാത്രം അവസാനിച്ചു എന്ന് കരുതാൻ കഴിയില്ല. നേരത്തെ സ്ലൈഡ് നമ്മൾ കണ്ടല്ലോ, മറ്റ് സംസ്ഥാനങ്ങളിലേക്കും, അതായത് വോട്ടർ പട്ടികയിലെ പരിശോധന ബീഹാർ കടന്ന് ബംഗാളിലും അതുപോലെ തന്നെ ഡൽഹിയിലും ഒക്കെ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വ്യാജ വോട്ടർമാരെ കണ്ടെത്തുകയാണ് ലക്ഷ്യമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. പ്രധാനപ്പെട്ട വാദം ഇത്. ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ ചോദിച്ചിട്ടുള്ളതാണ്, ഇത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു തീരുമാനം? ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിലെ വ്യാജ വോട്ടർമാരെ കണ്ടെത്തി പുറത്താക്കുക, അതാണ് ലക്ഷ്യമെന്നാണ്. പക്ഷേ ചിലർ ഒന്നിലധികം അഡ്രസ്സിൽ പട്ടികയിൽ കയറിക്കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാജരേഖകളുമായി ചിലർ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ അത്തരക്കാരെ കണ്ടെത്താനാണ് ഇങ്ങനെയൊരു പരിശോധന എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട വാദം. NRC നടപ്പാക്കാനുള്ള നീക്കമാണ് എന്നുള്ളൊരു ആരോപണമുണ്ട്. അതായത് ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാനുള്ള യോഗ്യത തെളിയിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പൗരത്വം തെളിയിക്കുക തന്നെയാണ് ഒരു വ്യക്തിക്ക് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നു എന്ന് പറയുമ്പോൾ അത് NRC നടപ്പാക്കാനുള്ള നീക്കമാണ് എന്ന് പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ ആരോപിക്കുന്നുണ്ട്. പരിശോധനയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധവും പരാതിയും ഇന്ന് തന്നെ നമ്മൾ കണ്ടല്ലോ. ഇന്ന് ബീഹാറിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ബന്ദൊക്കെ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ ഒരു പരിശോധനയ്ക്കെതിരെ ഉയരുന്നുമുണ്ട്. യോഗ്യത തെളിയിക്കാൻ 11 രേഖകൾ വേണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതായത് ഈ പറയുന്നത് പോലെ ആധാർ കാർഡ്, അതുപോലെ തന്നെ ഒരാളുടെ വോട്ടർ ID കാർഡ്, റേഷൻ കാർഡ് എന്നിവ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ മറ്റെന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് കൂടി അറിയേണ്ടതുണ്ടല്ലോ. അതായത് പാസ്പോർട്ട്, ജനന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, അതുപോലെ സർക്കാരിന്റെ പെൻഷൻ ഓർഡർ, സർക്കാരിൽ നിന്ന് വീടോ സ്ഥലമോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖ തുടങ്ങി 11 രേഖകളാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത്. ഇത്തരത്തിൽ രേഖ ഹാജരാക്കിയില്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നമ്മൾ പറയുന്നത് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന ഒരു ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെയൊരു നീക്കത്തിലേക്കാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം കടക്കാൻ പോകുന്നത്. നമ്മൾ പൊതുവെ ഐഡന്റിറ്റി തെളിയിക്കാൻ ഉപയോഗിക്കുന്ന രേഖകളാണ് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതുപോരാ, ഈ പറയുന്ന പോലെ ജാതി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായ സമയത്തിനുള്ളിൽ തീയതിക്കുള്ളിൽ ഹാജരാക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ രേഖ ഹാജരാക്കിയില്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു വോട്ടർ പട്ടികയിൽ നിന്ന് നമ്മൾ പുറത്താകും, നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ബീഹാറിൽ 3 കോടിയോളം വോട്ടർമാരെ ആയിരിക്കും ഇത് ബാധിക്കുക. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഇപ്പോൾ പറയുന്നത് പോലെയുള്ളൊരു സമഗ്ര പരിഷ്കരണം അത് 2003 ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നത് എന്ന് നമ്മൾ തുടക്കത്തിൽ പറയുകയുണ്ടായി. അതിനുശേഷം ഈ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് ഈ രേഖകൾ സമർപ്പിക്കേണ്ടത്. എന്ന് വെച്ചാൽ വോട്ടർ പട്ടികയിൽ തുടരാൻ യോഗ്യരാണ് എന്ന് അവർ തെളിയിക്കേണ്ടതുണ്ട്, ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് തെളിയിക്കേണ്ടതുണ്ട്. അതിന് പക്ഷേ തങ്ങളുടെ മാത്രമല്ല മാതാപിതാക്കളുടെയും ജനനത്തീയതി, ജനനസ്ഥലം എന്നിവയൊക്കെ തെളിയിക്കുന്ന രേഖകൾ ഇവർ നൽകേണ്ടതുണ്ട്. അതിന് നിരവധി രേഖകളിൽ ഏതെങ്കിലും ഒന്നാണ് സമർപ്പിക്കേണ്ടത്. രേഖകൾ നൽകി വോട്ടവകാശം തെളിയിക്കേണ്ടത് പക്ഷേ 2.94 കോടി ആളുകൾ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്.
ഈ രേഖകൾ സമർപ്പിക്കാൻ വെറും 2 മാസത്തെ സമയം മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ ജൂൺ അവസാനത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. അപ്പോൾ ജൂലൈ 25 കൂടി ഈ രേഖകളെല്ലാം തന്നെ നൽകേണ്ടതുണ്ട്. അതിനുശേഷം ആഗസ്റ്റ് 1 കൂടി കൂടുതൽ നീക്കങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കടക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവർക്കായിരിക്കും ഏറ്റവും വലിയ തിരിച്ചടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം ഇത്തരത്തിൽ നിരവധി ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ തന്നെ ഇത്തരത്തിൽ പല സംസ്ഥാനങ്ങളിലായി ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഇത് വലിയ രീതിയിലൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വോട്ടവകാശം ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ സഖ്യം ഇന്നിപ്പോൾ അവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു തീരുമാനവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുമ്പോൾ തന്നെ വലിയ പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് വലിയ എതിർപ്പ് ഉയർന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ത്യയിലെ പൗരന്മാരുടെ വോട്ടവകാശം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു എക്സ്പേർട്ട് അഡ്വൈസ് കൂടി നോക്കേണ്ടതുണ്ട്. മാധ്യമപ്രവർത്തകൻ പ്രശാന്ത് നമുക്ക് വിവരങ്ങൾ നൽകും. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നീക്കം വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾ യാഥാർത്ഥ്യ ബോധ്യത്തോടുകൂടി തന്നെ ഉള്ളതാണോ എന്ന് അദ്ദേഹം വിശദീകരിച്ചു തരും. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ഇപ്പോൾ അവിടുത്തെ വോട്ടർ പട്ടികയുടെ ഒരു തീവ്ര പുനഃപരിശോധനയിലേക്ക് കടക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. വളരെ പെട്ടെന്നുള്ള ഈ പുനഃപരിശോധന പ്രക്രിയ ബീഹാറിലെ മാത്രമല്ല രാജ്യത്തെ ആകെ പ്രതിപക്ഷ പാർട്ടികളെ അമ്പരപ്പിച്ചിട്ടുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ പുനഃപരിശോധന എന്നത് ഒരു സാധാരണ പുനഃപരിശോധനയല്ല. വോട്ടറുടെ പൗരത്വമടക്കം തെളിയിച്ചുകൊണ്ടുള്ള ഒരു പുനഃപരിശോധന പ്രക്രിയയിലേക്കാണ് കമ്മീഷൻ കടന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് BJPയുടെ ഒരു അജണ്ടയായ ഈ പറയുന്ന NRC അല്ലെങ്കിൽ പൗരത്വ രജിസ്റ്റർ എന്നത് ഒരു പിൻവാതിലിലൂടെ നടപ്പാക്കുന്ന തന്ത്രത്തിലേക്കാണ് കമ്മീഷൻ കടന്നിരിക്കുന്നത് എന്ന വിമർശനം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിന് പ്രധാനമായും അവർ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് പൗരത്വം വോട്ടർ തെളിയിക്കണം, അതിന് ആയില്ല എങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ആ പേര് നീക്കപ്പെടും എന്നതാണ്. അപ്പോൾ ഇത് ബീഹാറിലെ വോട്ടർമാരെ ആകെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. കാരണം ഈ പൗരത്വത്തിന് തെളിവായി കമ്മീഷൻ ആവശ്യപ്പെടുന്നത് 11 രേഖകളാണ്. അത് ബീഹാറിലെ സാധാരണ ജനങ്ങളിൽ ഭൂരിഭാഗം പേരുടെയും പക്കലില്ലാത്ത 11 രേഖകളാണ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. ബീഹാറിലെ ജനങ്ങളുടെ പക്കൽ സാധാരണയുള്ള ഒന്നുകിൽ വോട്ടർ ID കാർഡാണ്, അല്ലെങ്കിൽ ആധാർ കാർഡാണ്, അല്ലെങ്കിൽ റേഷൻ കാർഡാണ്, അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി അത് പ്രകാരം നൽകുന്ന കാർഡാണ്. എന്നാൽ ഈ രേഖകളൊന്നും തന്നെ കമ്മീഷൻ ആവശ്യപ്പെടുന്ന 11 രേഖകളില്ല. കമ്മീഷൻ ആവശ്യപ്പെടുന്നത് ഒന്നുകിൽ ജനന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക, അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക, അല്ലെങ്കിൽ പാസ്പോർട്ട്, അതല്ലെങ്കിൽ സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ തുടങ്ങിയ സർട്ടിഫിക്കറ്റുകളാണ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. ഇതിപ്പോൾ ബീഹാറിൽ നിന്ന് വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചറിയാം, അവിടുത്തെ ജനങ്ങളിൽ ഭൂരിഭാഗം പേരുടെയും പക്കൽ നിലവിൽ കമ്മീഷൻ ആവശ്യപ്പെടുന്ന ഈ 11 രേഖകളുമില്ല. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് ജനങ്ങൾ ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമോ എന്ന ആശങ്ക ശക്തമാണ്. അതുതന്നെ ബീഹാറിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലാണ് ആ ആശങ്ക ഏറ്റവും കൂടുതലായുള്ളത്. തങ്ങളെ ലക്ഷ്യമിട്ടുള്ളതാണോ ഈ പുനഃപരിശോധന നീക്കമെന്ന ഭയമാണ് അവർക്കിടയിലുള്ളത്. അപ്പോൾ ഈ ആശങ്ക പ്രതിപക്ഷ പാർട്ടികൾ വളരെ വ്യക്തമായി പ്രകടിപ്പിക്കുകയും അവർ ഒന്നടങ്കം ഇന്ത്യ കൂട്ടായ്മയിലെ ഏതാണ്ട് 10ലേറെ രാഷ്ട്രീയ പാർട്ടികൾ യോജിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് തങ്ങളുടെ പരാതി അറിയിച്ചു. പെട്ടെന്നുള്ള ഈ നീക്കത്തിൽ നിന്ന് പിൻവാങ്ങണം എന്ന് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. കാരണം പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നത് വെറും 1 മാസത്തെ സാവകാശം മാത്രമാണ് ഈ പൗരത്വം തെളിയിക്കുന്നതിന് ഒരു വോട്ടർക്ക് സമയപരിധി കിട്ടുക. ഈ 1 മാസത്തെ സാവകാശത്തിനുള്ളിൽ എങ്ങനെ കമ്മീഷൻ ആവശ്യപ്പെടുന്ന ഈ രേഖ സംഘടിപ്പിക്കാനാവും എന്ന ചോദ്യമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. ഇതിനൊന്നും വ്യക്തമായ മറുപടി കമ്മീഷൻ നൽകുന്നില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തെ കമ്മീഷൻ തള്ളിക്കളയുകയും ചെയ്തു. ബീഹാറിലെ പുനഃപരിശോധന പ്രക്രിയയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കമ്മീഷന്റെ നിലപാട്. ഇത് ബീഹാർ കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. ഇനി തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി, അത് കേരളമടക്കം ഇപ്പോൾ അടുത്ത വർഷം 5 സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതിൽ കേരളമുണ്ട്, ബംഗാളുണ്ട്, തമിഴ്നാടുണ്ട്, അസമുണ്ട്, പുതുച്ചേരിയുണ്ട്. അപ്പോൾ ഈ 5 ഇടങ്ങളിലും ബീഹാറിൻ്റെ ഒരു സമാനമായ വോട്ടർ പട്ടികയുടെ ഒരു പുനഃപരിശോധന പ്രക്രിയയിലേക്ക് കടക്കുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി കഴിഞ്ഞു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ വർഷം അവസാനം ഈ ഒരു പ്രക്രിയ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുക എന്ന പൗരന്റെ അവകാശത്തെ ഈ പൗരത്വവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വളരെ വിചിത്രമായ ഒരു നടപടിയിലേക്ക് കമ്മീഷൻ കടന്നിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ കൂട്ടായി എതിർത്തിട്ടും അതിനെ കൂസാതെ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിൽ മറ്റ് ഗത്യന്തരമില്ലാതെ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളും ചില പ്രതിപക്ഷ MPമാരും ഒക്കെ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി വൈകാതെ ആ ഹർജികൾ പരിഗണിക്കാനിരിക്കുകയാണ്. ഇതിലിപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ ആണ് നിർണായകമാവുക. സുപ്രീം കോടതിയുടെ ഒരു തീർപ്പ് ഈ പറയുന്ന കമ്മീഷൻ നടപടിക്ക് അനുകൂലമായ വിധത്തിലാണ് വരുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ബീഹാറിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ പറയുന്ന വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം വരും. ഇവർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെടുക മാത്രമല്ല,
ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപന പ്രകാരം വലിയ വിപുലമായ അധികാരമാണ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതെങ്കിലും വോട്ടറുടെ പൗരത്വത്തിന്റെ കാര്യത്തിൽ സംശയമുണ്ടായാൽ അത് ഫോറിനേഴ്സ് ട്രിബ്യൂണലിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരം കമ്മീഷന്റെ ഉദ്യോഗസ്ഥർക്ക് ഈ വിജ്ഞാപന പ്രകാരം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഫോറിനേഴ്സ് ട്രൈബ്യൂണലിലേക്ക് പോവുകയും അവിടെ പൗരത്വം തെളിയിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി വരികയും ചെയ്താൽ ബീഹാറിലെ ഒരു സാധാരണ ഒരു പൗരൻ അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തി ഈ പറയുന്ന തുടർന്നുള്ള നടപടികളിലേക്ക്, അത് ഒന്നുകിൽ ഡീറ്റൻഷൻ സെന്ററിലേക്ക് പറഞ്ഞയക്കപ്പെടുക എന്നതാവും, അതല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാർ എന്ന് മുദ്രകുത്തി രാജ്യത്തു നിന്ന് തന്നെ പുറന്തള്ളുക എന്നൊരു നടപടിയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാവും ഒരുങ്ങുക. ചുരുക്കത്തിൽ NRC മറ്റൊരു രൂപത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം ബീഹാറിലും തുടർന്ന് രാജ്യവ്യാപകമായി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. എന്തായാലും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്ത് വരുമെന്ന പ്രഖ്യാപനമാണ് പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ബീഹാറിലെ രാഷ്ട്രീയം മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ ഈ ഒരു വിഷയത്തിൽ കലുഷിതമാകാനാണ് എല്ലാ സാധ്യതയും, പ്രത്യേകിച്ച് പാർലമെന്റ് സമ്മേളനം അടുത്ത് തന്നെ ചേരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ.